من المسلمين. صدق رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم നമ്മുടെ ഈ സംഗമത്തെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈശ്വര സംഭവിച്ചുപോയ സർവ്വവിധ തെറ്റുകളും സർവശക്തനായ പടച്ച തമ്പുരാൻ വിട്ടുപുറത്ത് മനസ്സിലാക്കിത്തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിവുകൊണ്ട് സംഭവിച്ചു പോകുന്ന തെറ്റുകൾ പടച്ച തമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മനസ്സിലാക്കി തരട്ടെ. ഇത് സംഭവിക്കുന്നതിനെ തൊട്ട് പടച്ച തമ്പുരാൻ ഒരു കാവലും മറയുമിട്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നീണ്ട ഒരു പ്രഭാഷണം നടത്തുന്നില്ല. ചെറിയ രൂപത്തിൽ വിഷയത്തിലേക്കൊന്ന് കണ്ണോടിക്കുക എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകളും പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ വിഷയങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചതമ്പുരാൻ അവിടെ നിന്ന് സൃഷ്ടിച്ചു. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാന നാഇമൻ. ആദം നബി അലൈഹിസ്സലാം ഉറങ്ങുന്ന സമയത്ത്, കിടന്നുറങ്ങുന്നതായ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇടത് ഭാഗത്തുള്ള വാരിയിൽ വലിച്ചെടുത്തുകൊണ്ട് അല്ലാഹു ഹവ്വായെ കുറിച്ച് സൃഷ്ടിക്കപ്പെടുകയാണ്. മനുഷ്യ സമുദായത്തിൽ പെണ്ണ് എന്ന സംരംഭത്തിന് അല്ലാഹു തുടക്കം കുറിക്കുന്നത് ആദമാകുന്ന പുരുഷന്റെ വാരിയെല്ലുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചൂരിയിട്ടാണ് നമ്മുടെ ഉമ്മാമയാകുന്ന ഹവ്വാ ബീവിയെ അല്ലാഹു സൃഷ്ടിക്കുന്നത്. ആ ഹവ്വാ ബീവിയെയും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹവ്വാ ബീവിയെ സൃഷ്ടിക്കാൻ ആദമിന്റെ വാരിയെല്ല് വേണമെന്നില്ല. അല്ലാഹുവിന് ഒരു പിടി മണ്ണ് കൊണ്ട് തന്നെ അവിടെ നിന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇണയായിട്ട് ഹവ്വായെ സൃഷ്ടിക്കാമായിരുന്നു. ആ ചോദ്യം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചതിനു ശേഷം പടച്ചതമ്പുരാനോട് പോയിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ പടച്ചറബ്ബേ, എന്തുകൊണ്ടാണ് നീ എന്റെ ഇടതുഭാഗത്തുള്ള വാരിയെല്ലുകൊണ്ട്, ഒരുതരം വളഞ്ഞ ചെറിയ ഒരു വാരിയെല്ലുകൊണ്ട് ഹവ്വാ ബീവിയെ, പെണ്ണിനെ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് പടച്ചതമ്പുരാനോട് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് ചോദിക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നു, ആദമേ, എന്തുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വളഞ്ഞ വാരിയെല്ലുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതെന്നറിയോ? ജഅൽതു നഈമതുഹാ, ഒരു പെണ്ണ് ഒരു ആണിന്റെ കലവലയത്തിലാണ് കഴിയേണ്ടത്. ഒരു പെണ്ണെന്ന് വെച്ചാൽ അവൾ പുരുഷന്റെ അധികാരത്തിലും പുരുഷന്റെ സംരക്ഷണത്തിലും കഴിയേണ്ടവളാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യനുമായി പുരുഷനുമായി ബന്ധമുള്ള പുരുഷന്റെ ആദമിന്റെ വാരിയെല്ലുകൊണ്ട് ഞാൻ പെണ്ണിനെ സൃഷ്ടിക്കപ്പെട്ടതു എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ചതമ്പുരാൻ അവിടെ നിന്ന് പറയുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പെണ്ണിനെ പരിപാലിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭർത്താവിന്റെ, അവരുടെ ജീവിതത്തിലുള്ള പുരുഷന്റെ സംരക്ഷണത്തോടുകൂടെയാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
സൃഷ്ടിക്കപ്പെട്ട ഏതൊക്കെ സൃഷ്ടികളുണ്ടോ അതിൽ മുഴുവനും അള്ളാഹു ഒരു ആണിനെയും പെണ്ണിനെയും പടച്ച തമ്പുരാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ആണിനെയും ഒരു പെണ്ണിനെയും പടച്ച തമ്പുരാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പറയുന്നതായിട്ട് കാണാം. وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. വിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ അടിപരയിട്ടുകൊണ്ട് പറയുന്നു, وأنزلنا من المعصرات ماء ثجاجا. ആകാശ ലോകത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ ഭർത്താവാകുന്ന പുരുഷനാകുന്ന ആകാശ ലോകത്തിൽ നിന്നും അവിടെ നിന്ന് മഴത്തുള്ളിയാകുന്ന ബീജത്തുള്ളിയെ നാം ഭൂമിയിലേക്ക് സ്ത്രീയാകുന്ന ഭൂമിയിലേക്ക് ഭൂമിയുടെ സ്ത്രീയാകുന്ന ആകാശത്തിന്റെ ഭാര്യയാകുന്ന ആ ആകാശത്തിൽ നിന്ന് പുരുഷനാകുന്ന ആകാശത്തിൽ നിന്ന് വെള്ളമാകുന്ന ബീജത്തുള്ളിയെ ഭൂമിയാകുന്ന മണ്ണിലേക്ക് ഇറക്കിയിട്ട് അതിന്റെ ഗർഭാശയത്തിൽ നമ്മൾ സംരക്ഷിക്കുകയാണ്. എന്നിട്ടോ അങ്ങനെ ആ ഭൂമിയിലേക്ക് പുരുഷനാകുന്ന ആകാശത്തിൽ നിന്ന് മഴയാകുന്ന ബീജത്തുള്ളിയെ സ്ത്രീയാകുന്ന പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് നമ്മൾ നിക്ഷേപിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ആ ഭൂമി ലോകത്ത് പച്ചപ്പൊട്ടുപോലെയുള്ള ഒരുപാട് കൃഷികളെയും ഒരുപാട് ചെടികളെയും നമ്മൾ മുളപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, പുരുഷനാകുന്ന ആകാശത്തിൽ നിന്നും മഴയാകുന്ന ബീജത്തുള്ളി ഇറങ്ങി വരുമ്പോഴേ ഭൂമിയാകുന്ന ആ ഭൂമിയുടെ ഗർഭാശയത്തിന്റെ അകത്തളത്തിൽ നിന്ന് മരങ്ങളും വൃക്ഷങ്ങളും പൊട്ടി വളരുകയുള്ളൂ. ഒരു വസ്തുവിനും വെള്ളം കൊടുക്കാതെ ഒരു വസ്തുവും ജീവിക്കുകയില്ല. ഒരു ചെടിയും അവിടെ നിന്ന് മുളച്ചു പോകുകയില്ല. അല്ലാഹുവിന്റെ അപാരമായ കഴിവുകൾ നോക്കും. എന്നിട്ട് പടച്ച തമ്പുരാൻ പറയുന്നു, മനുഷ്യ, അതുകൊണ്ട് ഭൂമി ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പെണ്ണ് എന്ന വ്രതത്തിനെ അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വളഞ്ഞ വാരിയെന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഏതൊരു സ്ത്രീയിലും ഒരു ദൗർബല്യം അള്ളാഹു കൊടുത്തിട്ടുണ്ടാകും. ഒരു ദൗർബല്യം ഏതൊരു പെണ്ണിനും അള്ളാഹു കൊടുത്തിട്ടുണ്ടാകും. ഒരു ദൗർബല്യം ഒരു പെണ്ണിനുണ്ടാകും. എന്നാൽ ആ പെണ്ണിന്റെ ദൗർബല്യത്തെ ചിലപ്പോൾ നമ്മുടെ ഭാര്യമാർ ചിലപ്പോൾ പറഞ്ഞതനുസരിക്കാത്ത സ്വഭാവം നമ്മുടെ ഭാര്യമാർക്കുണ്ടാവാം. അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ മുഖച്ചുണ്ടിയുള്ള സ്ത്രീകളുണ്ടാകാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന പോലെ ഒരു പെണ്ണിനെ അല്ലാഹു സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വളഞ്ഞ ആദമിന്റെ വളഞ്ഞ വാരിയെന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു പെണ്ണിന്റെ ഒരു ദൗർബല്യം ഓരോ പെണ്ണിനും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതിനെ നീ ശരിപ്പെടുത്താൻ ചെന്നാൽ, ആ സ്വഭാവത്തെ നീ ക്ലിയറാക്കാൻ വേണ്ടി ചെന്നാൽ, ആ പെണ്ണിനെ ആ വളഞ്ഞ വാരിയെല്ലിനെ നീ പൊളിച്ചു കളയുന്നവനാണ്. അതുകൊണ്ട് അതിനെ നീ ശരിപ്പെടുത്താൻ പോകരുത്. അതിലൂടെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ നീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പെണ്ണിനുള്ള ചെറിയ ഒരു ദൗർബല്യം അതിനെ നീ ശരിപ്പെടുത്താൻ പോകരുത്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പുരുഷന്മാരെ വിളിച്ചുകൊണ്ട്, മോനെ, നിനക്ക് എല്ലാ സ്വഭാവവും എല്ലാ സിഫത്തുകളും പുറത്തിറങ്ങിയ ഒരു പെണ്ണിനെ കിട്ടണമെന്ന് കരുതിയിട്ടു നീ എല്ലാ ഭാഗത്തും നീ തലഞ്ഞു നടക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് നിന്റെ സഹധർമ്മിണിയായി കടന്നു വരുമ്പോ കുറച്ചു ദിവസം കഴിയുമ്പോ അവളിൽ നിന്ന് ചെറിയ സ്വഭാവ ദൂഷ്യങ്ങൾ, ചിലപ്പോൾ ചില ദൗർബല്യങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ ആ പെണ്ണിനെ നീ കുറ്റപ്പെടുത്തിയിട്ടും അവളെ നീ അതിനെ ശരിപ്പെടുത്തണമെന്ന് നീ തത്രപ്പെട്ടുകൊണ്ട് ഇറങ്ങിയാൽ ആ സ്വഭാവം കൂടുതൽ മോശമാവുകയല്ലാതെ അവളെ നിനക്ക് ശരിയാക്കാൻ കഴിയില്ല. നിനക്ക് ശരിപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്തേ? അല്ലാഹു ഒരു വളവ് പെണ്ണിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ശരിപ്പെടുത്താൻ ചെല്ലരുത്. അങ്ങനെ ശരിപ്പെടുത്താൻ ചെന്നാൽ അതിന് നീ കുളിച്ചു കളയും. അവളുടെ സ്വഭാവം കൂടുതൽ മോശമായി പോകും. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന നിനക്ക് ഒരു പെണ്ണിനെ വളർത്താനും അവളെ പോറ്റി വളർത്താനും അവൾക്ക് കൊടുക്കാനുള്ള സംരക്ഷണങ്ങൾ മുഴുവനും കഴിയുമെങ്കിൽ അവളെ
നിന്റെ ജീവിത കലവറയിലേക്ക് അവൾ കടന്നു വന്നാൽ നിനക്ക് അവൾക്ക് കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും വിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് പറയാം. അങ്ങനെ നിനക്ക് അതൊക്കെ കൊടുക്കാൻ കഴിയുമെങ്കിൽ കല്യാണം കഴിച്ചോ. അല്ലേ നിനക്കതൊന്നും കഴിയില്ല, അവൾക്ക് ചെലവ് കൊടുക്കാൻ നിനക്ക് കഴിയില്ല, അവളെ നിനക്ക് സംരക്ഷിക്കാൻ കഴിയില്ല, എന്നാൽ ഫല്യസും വർഷം മുഴുവനും നോമ്പെടുത്ത് ജീവിച്ചാൽ മതി. ശുദ്ധമായ ഇസ്ലാം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഇത് പറഞ്ഞിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സഹാബത്തെ, ഒരു മനുഷ്യൻ അങ്ങനെ വിവാഹം കഴിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവർക്ക് ഭാര്യയോട് ചെയ്യാൻ ചില കടപ്പാടുകളുണ്ട്. ഞാൻ റമദാനിലെ ക്ലാസ്സിൽ ഭാര്യമാർക്ക് ഭർത്താവിനോടുള്ള കടമകൾ വളരെ വിശദമായി ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന സഹാബത്തെ, ഒരു പെണ്ണിനോടുള്ള കടപ്പാട് ഒരു ഭർത്താവിന് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, അവളോടുള്ള കടപ്പാട് അവന് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, നാളെ പടച്ചുറപ്പിന്റെ കോടതിയിൽ മഹ്ശറലോകത്ത് ഒരു ഭർത്താവ് അവിടെ നിന്ന് പെണ്ണിനോടുള്ള കടമ ചെയ്തു തീർക്കാത്ത ഭർത്താവ് തോള് ചെരിഞ്ഞവനായ നിലക്ക്, ഒരു ഭാഗത്തേക്ക് തോള് ചെരിഞ്ഞവനായ നിലക്ക് നാളെ മഹ്ശറലോകത്ത് അവനെ കൊണ്ടുവരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുന്നു, ഇന്ന റജുല ഇദാ നദറ ഇംറാഅതിഹി വ നദറതി ഇലൈഹി നദറല്ലാഹു ഇലൈഹി മാ നദറ റഹ്മാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇന്ന റജുല ഇദാ നദറ ഇംറാഅതിഹി, ഒരു പുരുഷൻ ഇദാ നദറ ഇംറാഅതിഹി, തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ, തന്റെ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ, വനദറതി ഇലൈഹി, ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ മുഖത്തേക്കും ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുഖത്തേക്കും നോക്കിയാൽ, നദറല്ലാഹു ഇലൈഹി മാ നദറ റഹ്മാ, അല്ലാഹു അവരുടെ മുഖത്തേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നതാണ്. അല്ലാഹു അവന്റെ കരുണയുടെ നോട്ടം അവരുടെ മുഖത്തേക്ക് നോക്കുന്നു. വീണ്ടും നിബിധങ്ങൾ പറയുന്നു, ഒരു ഭാര്യയും ഭർത്താവും തന്നെ രണ്ടുപേരുമൊന്ന്, അവർ രണ്ടുപേരും തമ്മിൽ കൈകൾ തമ്മിൽ ചേർത്ത് പിടിച്ചാൽ, അവർ രണ്ടുപേരും കൈ പിടിച്ചാൽ, അതിന്റെ റസൂലിന്റെ ഒരു സുന്ദരമായ ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, തസാഖത്തു ദുരൂബഹുമാ, അവർ രണ്ടാളുടെ ദോഷവും അല്ലാഹു എടുത്തു കളയുന്നതാണ്. ഫീ ഹിലരി അസ്വാബിഹിമാ, അവർ രണ്ടാളുടെയും വിരലിന്റെ ഇടയിൽ കൂടെ, അവർ രണ്ടാളുടെയും കൈ രണ്ടുപേരും പരസ്പരം കൈ ചേർത്ത് പിടിക്കുമ്പോ അവർ രണ്ടാളുടെയും വിരലിന്റെ അടിയിൽ കൂടെ അവൻ അറിയാതെ അല്ലാഹു അവരുടെ ദോഷം എടുത്തു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഇതുപോലെയുള്ള സുന്ദരമായ ജീവിതം കാഴ്ചവെക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, മോനെ, നീ കല്യാണം കഴിച്ചാൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിന്റെ പുതുമണവാട്ടിയുണ്ടല്ലോ, നിന്റെ ഭാര്യയുണ്ടല്ലോ, അവളെ നിനക്കൊരു അടിമയായിട്ട് കാണാൻ കഴിയില്ല, നിനക്കൊരു അടിമയായിട്ട് അവളെ കാണാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോനെ, നിന്റെ ഭാര്യയായിട്ട് വരുന്ന പെണ്ണിനെ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കടപ്പാട് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് ചെയ്യേണ്ട കടപ്പാട് എന്താണ്? ഇഹ്തിറാമുർ റജുലി ലിസൗജതി വ ഇക്റാമുഹാ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. കുടുങ്ങിയത് ഭാര്യനെ കാൺവടിച്ചിക്കണം. തന്റെ ഭാര്യയെ
ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്റെ ആ ഭാര്യയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. അതിന്റെ ഹദീസ് ബാക്കി ഭാഗം പറയുന്നുണ്ട്. എന്റെ ബഹുമാനിച്ചാൽ മാത്രം പോരാ, ഭാര്യയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്താൽ മാത്രം പോരാ. ഒരു മനുഷ്യന് കൊടുക്കണ്ട, ഒരു മനുഷ്യന് എന്തൊക്കെ കൊടുക്കണോ, എന്തൊക്കെ ചെയ്തു വിടണോ, ആ നിയമങ്ങളൊക്കെ ആ കടപ്പാടുകളൊക്കെ നിന്റെ ഭാര്യയോടും നീ ചെയ്യണം. നിന്റെ ഭാര്യയോടും അത് നീ ചെയ്യണം. എന്തേ ഇതൊക്കെ ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത്? ഒന്നാമത്തെ കാരണം വിശുദ്ധ ഇസ്ലാം മഹാന്മാര് പഠിപ്പിക്കുന്നു. എന്തേ നിന്റെ ഭാര്യയെ നീ ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത്? അവള് നിന്റെ ജീവിതത്തിലെ കൂട്ടാളിയാണ്. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിന്റെ കൂട്ടാളിയാണ്. നീ ഒറ്റപ്പെടുമ്പോൾ, നിനക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, നിനക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോ, നിനക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ, എല്ലാത്തിലും നിന്റെ കൂടെ ഒരുപോലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും പരസ്പരം കാഴ്ചവെച്ച നിന്റെ ഭാര്യയുണ്ടല്ലോ, അവൾ നിന്റെ ജീവിതത്തിലെ കൂട്ടാളിയാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന മഹാന്മാര് ഹദീസ് വിശദീകരിച്ച് പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ കാരണം എന്താണ്? ഭാര്യയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞതിന്റെ രണ്ടാമത്തെ കാരണം നിന്റെ വീടിന്റെ സംരക്ഷകയാണ് നിന്റെ ഭാര്യ. നീ രാവിലെ എഴുന്നേറ്റ് കൊണ്ട് ജോലിക്ക് പോകുന്നു. നീ പിന്നീട് തിരിച്ചു വരുന്നത് പാതിരാ സമയത്താണ്. അതുവരെ നിന്റെ വീടിനെ സംരക്ഷിക്കുന്നവൾ നിന്റെ ഭാര്യയാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ കാരണം നിന്റെ ഭാര്യയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞത്. നിന്റെ വീടിന്റെ സംരക്ഷകയാണ് നിന്റെ ഭാര്യ. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിന്റെ മണവാട്ടിയുണ്ടല്ലോ, നിന്റെ മക്കളുടെ ഉമ്മയാണവൾ. നിന്റെ മക്കളെ പ്രസവിച്ചുകൊണ്ട് പോറ്റി വളർത്തുന്ന ഉമ്മയാണവൾ. അതുകൊണ്ട് നീ അവളെ ബഹുമാനിക്കണം. ഉമ്മയുടെ പ്രതിഫലം പറയുമ്പോൾ, ഉമ്മയുടെ കാരണങ്ങൾ പറയുമ്പോൾ, ഒന്നാമതായിട്ട് വിശുദ്ധ ഇസ്ലാം ഏറ്റവും കൂടുതൽ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു അവിടെ നിന്ന് പറഞ്ഞ ഒരു ആയത്തിൽ കാണാം, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ട്, രണ്ടാമത് അല്ലാഹു പറയുന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു രണ്ടാമത് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണമെന്നാണ്. എന്തേ കാരണം? നമ്മുടെ മക്കളുടെ ഉമ്മയാണവൾ. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ പ്രസവിച്ച നിന്റെ ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യ നിന്റെ മക്കളുടെ ഉമ്മയാണ്. അതുകൊണ്ട് ആ പെണ്ണിനെ നീ ബഹുമാനിക്കണം. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് അവിടുന്ന് പറയുന്നു, നബിയെ, ഒരു സഹാബിയുടെ അടുക്കൽ കൊണ്ടുവന്ന് പറയുന്നു, ഞാൻ ഇന്നാലിന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാഹു എന്റെ തൗബ സ്വീകരിക്കുമോ? ആ സമയത്ത് ഈ സഹാബിയോട് ചോദിക്കുന്നത് എന്താണ്? ഈ മനുഷ്യനോട് ഈ സഹാബി ചോദിക്കുന്നത് എന്താണ്? നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ മോനെ? മനുഷ്യൻ പറഞ്ഞു, ഇല്ല, എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് വീണ്ടും ചോദിക്കുന്നു, നിന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല കേട്ടോ, എന്റെ വാപ്പയും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ സമയത്താണ് ഈ സഹാബി പറയുന്നത്, നീ പോയി അല്ലാഹുവിനോട് തൗബ ചെയ്തോ? ഈ മനുഷ്യൻ പിരിഞ്ഞു പോയപ്പോ അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നു, അല്ല, നിങ്ങൾ എന്തേ ഈ മനുഷ്യനോട് നിങ്ങളുടെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണമെന്ത്? ആ സമയത്ത് പറയുന്നു, കാരണം എന്താണെന്നറിയോ? ഒരു ഉമ്മയും വാപ്പയും, ഒരു ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു മകന് വേണ്ടിയിട്ട് ആ ഉമ്മക്ക്, അവൻ എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും ആ ഉമ്മക്ക് വേണ്ടി അവന് ഖിദ്മത്ത് ചെയ്താൽ, ആ ഉമ്മക്ക് വേണ്ടിയിട്ട് അവന് സേവനം ചെയ്താൽ, ആ ഉമ്മയുടെ കാല് തടവിക്കൊടുത്താൽ, കൈ തടവിക്കൊടുത്താൽ, ആ ഉമ്മ
അവർക്ക് വെള്ളം കൊടുത്താൽ അവന്റെ ദോഷം റബ്ബ് പുറത്തു കൊടുക്കുന്നതാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം മല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം ആ മലയിൽ നിന്ന് ഒരു കല്ല് ചവിട്ടിയിട്ട് വഴുതി വീഴാൻ ശ്രമിക്കുന്ന സമയത്ത് അല്ലാഹു മലമുകളിൽ നിന്ന് ഒരു അശരീരി ശബ്ദത്തിന് കേൾക്കുന്നു, മൂസാ നബിയെ ഇനി നടക്കുമ്പോ കുറച്ച് ശ്രദ്ധിച്ചു നടക്കണം നബിയേ, ഇനി കൈപിടിക്കാനുള്ള ആള് നിങ്ങൾക്കില്ല. എന്തേ മൂസാ നബിയോടത് പറഞ്ഞതെന്നറിയോ? മൂസാ നബിയുടെ ഉമ്മ മരണപ്പെട്ട സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാം ഈ മല കയറിയത്. മല കയറുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം വീഴാൻ ശ്രമിച്ചപ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേട്ടുകൊണ്ട് പറയുന്നു, മൂസാ നബിയെ ഇനി നിങ്ങളുടെ കൈ പിടിക്കാൻ, ഇനി നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ ഉമ്മയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി കുറച്ച് ശ്രദ്ധിച്ചു നടക്കണം കേട്ടോ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ഉമ്മമാർക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണം റഹ്മാനേ. മോനെ, നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാലും പിന്നെ നമ്മുടെ ജീവിതം തന്നെ അസ്തമിച്ചു എന്നതാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ കാരണമാരാണ്, അത് നമ്മുടെ ഉമ്മയാണ്. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പെണ്ണിനെ ബഹുമാനിക്കേണ്ട മൂന്നാമത്തെ കാരണം ഉമ്മു ഔലാദിഹി. നിന്റെ മക്കളുടെ ഉമ്മയാണ് നിന്റെ ഭാര്യ. അതുകൊണ്ട് നീ അവളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. നാലാമതായിട്ട് വിശുദ്ധ ഇസ്ലാം പറയുന്നു, എന്താണ് നാലാമതായിട്ട് നിന്റെ ഭാര്യയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട നാലാമത്തെ കാരണം നിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരിയാണ് നിന്റെ ഭാര്യ. നിന്റെ രഹസ്യമറിയുന്ന ഒരു കലവറയാണ് നിന്റെ ഭാര്യ. അതുകൊണ്ട് നിന്റെ ഭാര്യയെ നീ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. നമ്മളുടെ എല്ലാ കാര്യങ്ങളും, നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുകയും നമ്മൾ മനസ്സ് തുറന്ന് പറയുകയും ചെയ്യുന്നവർ നമ്മുടെ ഭാര്യമാര. എന്നാൽ ആ ഭാര്യയെ നീ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. കാരണം നിന്റെ രഹസ്യമറിയുന്ന രഹസ്യ സൂക്ഷിപ്പുകാരിയാണ് നിന്റെ ഭാര്യ. അതുകൊണ്ട് ആ ഭാര്യയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇനിയോ ഒരു ഒരു മനുഷ്യൻ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള രണ്ടാമത്തെ കടമ എന്താണ്? രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവിടുന്ന് മഹാന്മാര് പഠിപ്പിക്കുന്ന അയ്യകൂന സ്വാദിഖൽ മുത്തി. അയ്യകൂന സ്വാദിഖൽ മുത്തി. നിന്റെ ഭാര്യയെ നീ ആത്മാർത്ഥമായി സ്നേഹിക്കണം. രണ്ടാമത്തെ കടമ, നിന്റെ ഭാര്യയെ ആത്മാർത്ഥമായി നീ സ്നേഹിക്കണം. സ്നേഹിക്കുന്നു പറഞ്ഞാൽ പോരാ. ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്നേഹാവൂല, അല്ലെ? ആത്മാർത്ഥമായി നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കണം. അതാണ് രണ്ടാമത്തെ കടമ, മഹാന്മാരെ പഠിപ്പിക്കുന്നു. മൂന്നാമത് ആഹിദിന്റെ ഹബീബ് മൂന്നാമത് പഠിപ്പിക്കുന്നു, അവൾക്ക് നീ സമ്മാനം കൊടുക്കണം. അവൾക്ക് സമ്മാനം കൊടുക്കണം. എന്ത് സമ്മാനം കൊടുക്കുക? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കാണാം. ആയിഷ ബീവി പറയുന്ന, ഖദീജ ബീവി വഫാത്തായ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവി വഫാത്തായ ആ ദിവസം തന്റെ ഖദീജ ബീവിയുടെ കൂട്ടുകാരികളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആടർത്തിട്ട് അവിടെ നിന്ന് ആ പെണ്ണുങ്ങൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഒരു കഥ എനിക്ക് വായിച്ചതായി ഓർമ്മ വരികയാണ്. ഒരു മനുഷ്യൻ തന്റെ ഭാര്യയുടെ കല്യാണം കഴിഞ്ഞ ആ ഡേറ്റ് വന്നപ്പോ ഇവിടുന്ന് രണ്ടുപേരും പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും ഒരു സമ്മാനം. എന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്ന ദിവസം, നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്ന ദിവസം, പെണ്ണിന് സമ്മാനം കൊടുക്കണം.
ഈ ചെറുപ്പക്കാരനും ഈ രണ്ട് പെണ്ണും ഭർത്താവും ഭാര്യയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു സമ്മാനം തരണം എന്ന് പറഞ്ഞിട്ടും അവിടെ നിന്ന് തന്റെ ഭാര്യ അതാ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി നടക്കുന്നു. ഈ ഭർത്താവ് മറ്റൊരു ഭാഗത്തേക്ക് വന്ന് ഇറക്കി നടന്ന് ഒരുപാട് ദൂരെ നടക്കുന്നു. തന്റെ ഭർത്താവിന്റെ കയ്യിലുള്ള വാച്ച് അത് വിറ്റിട്ട് തന്റെ ഭാര്യക്ക് ചെറിയൊരു സമ്മാനവുമായി കടന്നു വരുന്നു. അങ്ങനെ സമ്മാനവുമായി കടന്നു വന്ന ഈ ഭർത്താവ്, ഈ ഭാര്യ അവിടെ നിന്ന് തന്റെ കയ്യിലുള്ള വള അതങ്ങ് ഊരി വിറ്റിട്ടു തന്റെ ഭർത്താവിന്റെ ഒരു വാച്ചുമായിട്ട് സമ്മാനവുമായിട്ട് കടന്നു വരുന്നു. ഈ വാച്ച് കയ്യിലുള്ള വാച്ച് വിറ്റിട്ട് ഭർത്താവ് അവിടെ നിന്ന് ഒരു വളയുമായിട്ട് കയ്യിലിടുന്ന ഒരു വളയുമായിട്ടാണ് കടന്നു വരുന്നത്. രണ്ടുപേരും വീട്ടിലേക്ക് എത്തുന്നു. അവരോട് ചോദിക്കുന്നു, നീ എനിക്ക് എന്ത് സമ്മാനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഭാര്യ അവിടെ നിന്ന് ഈ വാച്ചങ്ങ് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, തന്റെ ഭർത്താവ് വിറ്റ അതേ വാച്ച് തന്നെ തന്റെ ഭാര്യ അവിടെ നിന്ന് വാങ്ങിയിട്ട് വരികയാണ്. എങ്ങനെയാണത് സംഭവിച്ചത്? തന്റെ ഭർത്താവ് അവിടെ നിന്ന് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടെല്ലാം തെരഞ്ഞു ചുറ്റിയങ്ങ് നടന്നിട്ട് എത്തുന്നത് അതേ കടയിൽ തന്നെ തന്റെ ഭാര്യ വിറ്റ അതേ വള, തന്റെ ഭാര്യ വിറ്റ അതേ വളയുമായിട്ട് ഭർത്താവും കടന്നു വരുന്നു. രണ്ടുപേരും അതേ രണ്ട് സമ്മാനങ്ങളും അവരുടെ കയ്യിലുള്ള രണ്ട് സമ്മാനവും ഒന്നു തന്നെ അവിടെ നിന്ന് രണ്ടുപേരും പരസ്പരം വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. എന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യമാർക്ക് ചില ദിവസങ്ങളിൽ അവിടെ നിന്ന് സമ്മാനം കൊടുക്കണം. ഇസ്ലാമിലുണ്ട്. കല്യാണം കഴിഞ്ഞ് 6 മാസമായാൽ അവിടെ നിന്ന് തന്റെ ഭാര്യ തന്റെ അടുക്കലേക്ക് കടന്നു വന്ന തന്റെ മാരേജ് കഴിഞ്ഞ ആ ഡേറ്റിൽ അവിടെ നിന്ന് ആഘോഷം നടത്തണമെന്നല്ല, തന്റെ ഭാര്യക്ക് ചെറിയ ഒരു സമ്മാനം നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. നാലാമതോ